ഇവിടെ ഒരുപാട് ആളുകൾക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത, വീട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ, അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് നല്ല രീതിയിലുള്ള ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് IT വന്നു കഴിഞ്ഞാൽ നല്ല സാധ്യതകളാണ്. കാരണം അവർക്ക് അത്യാവശ്യം ഫാമിലീനെ നോക്കാനുള്ള ഒരു എമൗണ്ട് സാലറി ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ അവരുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണ്. അവർ വർക്ക് ചെയ്യുന്ന സ്പേസ്, എൻവയോൺമെൻറ്റ് അടിപൊളിയായിരിക്കും. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകൾ ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെ നിൽക്കും, എന്തായാലും പുറത്തേക്ക് പോകില്ല. ഇതിപ്പം പുറത്തേക്ക് പോകേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുണ്ട്, അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നിട്ടും ഇവിടെ നല്ല രീതിയിലുള്ളൊരു ജോലി കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടി അവരെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പം അത് ഇവിടെ റെഡി ആവുകയാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ തന്നെ നിൽക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ IT ഭൂപടത്തിൽ അതിശക്തമായ സാന്നിധ്യമായി അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. 400-ൽ പരം കമ്പനികളിലായി 10,000-ഓളം IT പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നുണ്ട് കോഴിക്കോട്ട്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കോഴിക്കോട്ടെ IT മേഖല തുറന്നിടുന്നത് വിശാലമായ തൊഴിലവസരങ്ങളും പുതിയ സാധ്യതകളുമാണ്. എന്നാൽ IT വികസനത്തിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യത്തിൻ്റെ അഭാവം ആ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണെന്നാണ് IT മേഖലയിലെ എല്ലാവരും ഒരുപോലെ പറയുന്നത്. എന്തൊക്കെയാണ് ആ അഭാവമെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നും പറയുകയാണ് കോഴിക്കോട്ടെ IT മേഖലയിലെ പ്രൊഫഷണലുകൾ. കേരളത്തിൽ ശരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്നൊരു സിറ്റി ആയിട്ട് കോഴിക്കോട് മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല. കാരണം ആ രീതിയിലേക്കുള്ള ഇടപെടലുകളൊക്കെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ പ്ലേസ് ലാൻഡ് എടുത്ത് അതിനെ കുറച്ച് പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ച് കൂടുതൽ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ സൈബർ പാർക്കിനകത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ആണ്, മറ്റു UL പാർക്കിനകത്ത് ഏകദേശം ഫില്ലാണെന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ഇവിടെ നിയർ ബൈ ആണെങ്കിൽ ഹൈലൈറ്റിൻ്റെ ഇതിനൊക്കെ ഒരുപാട് അത്തരത്തിൽ ബിസിനസ് പ്രപ്പോസൽസും ബിസിനസ് കൺസ്ട്രക്ഷൻസും ഉണ്ട്. പക്ഷേ അതിനൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫില്ലിങ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ സർക്കാർ രംഗത്ത് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ബാംഗ്ലൂർ പോലത്തെ ഒരു IT കൾച്ചർ, ഒരു എക്കോസിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി കാലിക്കറ്റ് ആ രീതിയിലേക്ക് വളരുന്നില്ല തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇവിടെ എന്തായാലും തൊഴിലവസരങ്ങൾ കൂടും. ഇവിടെ ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പം മലബാർ ആയാലും കേരള ആയാലും IT എന്ന് പറയുന്ന ഒരു മേഖല തന്നെയാണ്. IT ആൻഡ് ടൂറിസമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല തൊഴിലവസരത്തിനുള്ള. ബാക്കിയുള്ള ഇൻഡസ്ട്രീസിനെക്കാട്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഡെഫിനറ്റ്ലി ഫോർ IT എക്കോസിസ്റ്റം തന്നെയാണ്. അപ്പം നമ്മളിവിടെ കമ്പനീസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇപ്പോൾ മേജർ പ്ലെയർ, ഇപ്പോൾ ലെറ്റ്സ് ടാറ്റ അലക്സി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ മലബാർ മേഖലയിലുണ്ടാവും. അതുപോലെ ബിഗ് പ്ലെയേഴ്സ് വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തായാലും കൂടും. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഒരു KTX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT എക്സ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു, KTX ഗ്ലോബൽ വേവ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റെസ്പോൺസസ് ഒക്കെ പറയുകയാണെങ്കിൽ ഹ്യൂജ് ആയിരുന്നു. അതിൽ ഒരുപാട് മിഡിൽ ഈസ്റ്റ് നിന്നുള്ള വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്നും സിറ്റീസിൽ നിന്നുള്ള സ്പീക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കാലിക്കറ്റിൽ നിന്ന് IT ഗ്രോ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. IT എക്കോസിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി നെക്സ്റ്റ് ലെവലിലേക്ക് കാലിക്കറ്റിനെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ജയിക്കുന്ന ഏത് പാർട്ടി ആയാലും ചെയ്യേണ്ട ഫസ്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റി. അത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാലത്തിലും ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്തായാലും ഉണ്ടാവും, ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ അത് ലോങ് ടേമിലേക്കാണ് എപ്പോഴും ഇത് മുന്നോട്ട് മീൻസ് നിൽക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പം കൊച്ചി മെട്രോ വന്നപ്പോൾ ആ ഉള്ള പോലെയല്ല ഇപ്പം കൊച്ചി മെട്രോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് കൊച്ചി മെട്രോ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈവൻ ലുലു മാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദൂരമുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ നമ്മളെ കാർ നിർത്തി നമുക്ക് സേഫായിട്ട് ലുലു മാളിൽ പോയി തിരിച്ചു വരാം. അതേപോലെ ഓരോ സ്ഥലത്തേക്കും കണക്ടിവിറ്റി വരും. ഇനിയിപ്പം കാക്കനാടേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാണ്. കാക്കനാടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കൃത്യമായിട്ട് കാക്കനാട് എളുപ്പത്തിലെത്താൻ പറ്റും. ഇതേപോലെ നമുക്ക് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ഇവിടെ ഡെവലപ്പ് ആവും. ഓരോ സ്ഥലങ്ങളും ഇതിൻ്റെ മെട്രോ സ്റ്റേഷനിലുള്ള ഓരോ സ്ഥലങ്ങളും അതിനനുസരിച്ച് ഡെവലപ്പ് ആവും. ഫീഡർ ബസ്സും കാര്യങ്ങളൊക്കെ കൂടി വരികയാണെങ്കിൽ അത് നല്ല സ്മൂത്തായിട്ട് കോഴിക്കോട് സിറ്റി ഈ പറയുന്ന തിരക്കുകളില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമായി മാറും. അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. കാരണം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആകുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരും.
ഇതൊരു നല്ല ഡെസ്റ്റിനേഷനാണ്. ഇവിടുന്ന് ബീച്ച് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വയനാട്ടിലേക്ക് പോയാൽ നമുക്ക് ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയുള്ള ആളുകൾ നല്ലതാണ്, ഇവിടെ നല്ല ഫുഡുണ്ട്, ഇവിടെ നൈറ്റ് ലൈഫ് ഉണ്ട്. അങ്ങനെ വരുമ്പം ഇതൊരു നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് ആളുകൾ ഇങ്ങോട്ട് മാറാനും ഇവിടെ കുറേ സാധ്യതകൾ ഉണ്ടാവാനുള്ള ഓപ്ഷനുണ്ട്. യൂത്തിന് ആവശ്യമായിട്ടുള്ള ജോബുകൾ കൊടുക്കാനും അവരെ അതിന് ട്രെയിൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള കുറച്ചും കൂടെ കാഴ്ചപ്പാടുള്ള ലീഡേഴ്സ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഈ രാജ്യത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യും. അല്ലെങ്കിൽ അവർ ഇന്നിപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പുറത്തു പോകുന്ന ആളുകളൊന്നും പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ നല്ല കഴിവുള്ള ആളുകൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ നിൽക്കാത്തൊരു കണ്ടീഷൻ നമുക്ക് അങ്ങനെ ഒന്നും നിൽക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇവിടെ തന്നെ എൻജോയ് ചെയ്യാനും ഒപ്പം അവർക്ക് ജോലി ചെയ്യാനും അത് ആസ്വദിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ കൂടെ കൊടുക്കുകയാണെന്ന് ഡെഫിനറ്റ്ലി എല്ലാവർക്കും നമ്മുടെ നാട് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടതായിരിക്കും. കാരണം അത് അവർ പോകാൻ നിർബന്ധിതമാവുന്നത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും. അതിന് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ബാംഗ്ലൂർ പോലും നമ്മുടെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം പ്ലേസ് ആണ്. എപ്പോഴും ഒന്ന് ബാംഗ്ലൂർ പോകണം, എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു എക്സ്പ്ലോറേഷനും അതേപോലെ തന്നെ ജോബിനുള്ള അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും നമുക്ക് ശരിക്കും കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിനുണ്ട്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റു ട്രാൻസ്പോർട്ടിങ് ആളുകളുടെ മറ്റു രീതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് വളരെ നല്ലൊരു പ്ലേസാണ്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ പൊളിറ്റീഷ്യൻസ് തയ്യാറാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഇലക്ഷനൊക്കെ അത്തരത്തിൽ നല്ല കഴിവുള്ള വിഷനുള്ള ആളുകൾ വളർന്നു വരട്ടെ എന്നുള്ളത് തന്നെയാണ്, ജയിച്ചു വരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും IT ഇനി പ്രധാന ഘടകം തന്നെയായിരിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജനറേറ്റീവ് AI വന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ആളുകളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജോലി പോവുകയാണ്, നമുക്കിനി ജോലി ഉണ്ടാവില്ല എന്ന് ആളുകൾ പേടിക്കുന്ന ഈ ഒരു സമയത്ത് ഇതെന്താണെന്ന് ആക്ച്വലി ഈ പറഞ്ഞു കഴിഞ്ഞാൽ AI എന്താണ് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇത് മനസ്സിലാക്കാനും ഈ ജനറേറ്റീവ് AI വെച്ച് കാര്യങ്ങൾ ചെയ്യാനും പറ്റിയ ഒരു വലിയ വർക്ക് ഫോഴ്സിന് നമുക്ക് വേണം. പിന്നെ നമ്മൾ IT കമ്പനികളുടെ ഗ്രോത്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞൊരു വർഷമായി കാണുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനികൾക്ക് സ്റ്റാഫും ഉണ്ട്. പക്ഷേ ഈ വരുന്ന സ്റ്റാഫുകളുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കുള്ള താമസ സൗകര്യങ്ങളും കാര്യങ്ങളും ഈ ഒരു അനുബന്ധമായിട്ട് ഡെവലപ്പ് ആവുന്നത് വളരെ കുറവാണ്. ഒരു ഹൈ എൻഡ് ഡെവലപ്മെൻറ്റാണ് ഫ്ലാറ്റുകളാണെങ്കിലും അതിനാണെങ്കിലും നിയർ ബൈ ആയിട്ട് ഒരു 5 കിലോമീറ്റർ ചുറ്റോളം നമ്മൾ കാണുന്നത്. മറ്റ് സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അവർക്കുള്ള കുടിവെള്ളം, ഏപ്രിൽ മെയ് ആകുമ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ള പ്രശ്നം, അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിൽ ഇനിയും കുറച്ചും കൂടെ മുന്നേറും വന്നുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇപ്പം ടാറ്റ എലക്സി പോലൊരു കമ്പനി വരുമ്പം 500-ലധികം സ്റ്റാഫുകൾ ഒരുമിച്ച് വരികയാണ് അങ്ങോട്ട്. അത്രയും ആൾക്കാർ വരുമ്പോൾ അത്രയും ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കുറയുന്നു. ഇത് മറ്റു ചെറുകിട കമ്പനികളെയും ബാധിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇനിയും വരേണ്ട ആവശ്യമാണ്. നമുക്ക് എന്താ പറയുക, മറ്റു നഗരങ്ങളിലെ ഇപ്പം ബാംഗ്ലൂരൊക്കെ ഇപ്പം നിലവിൽ നേരിടുന്ന പ്രശ്നം കുറച്ച് നേരത്തെ നമ്മൾ ആ ലെവലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. അപ്പം IT എന്താണെന്നുള്ളത്, IT ബിസിനസ് എന്താണെന്നുള്ളത് ഒരു പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട കുറേ അവെയർനെസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഫസ്റ്റ് ചാലഞ്ച്. കാരണം ഇവിടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, അതിലേക്കുള്ള ഫണ്ടിങ്ങുകൾ അല്ലെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പം വേറൊരു വിഷയം, ഇപ്പം നമ്മളിപ്പോൾ IT ബിൽഡിങ്സ് ഫുള്ളായിട്ട് ഏകദേശം 2 കൊല്ലമായി. പുതിയ ബിൽഡിങ്ങുകളുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രൈവറ്റ് പാർട്ടീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ പ്രത്യേകിച്ചും പുതിയ ബിൽഡിങ്ങിനുള്ള തുടക്കങ്ങൾ വളരെ മെല്ലെയാണ് പോകുന്നത്. ഇനിയും 2-3 കൊല്ലം കഴിഞ്ഞാൽ പുതിയ ബിൽഡിങ്സ് വരുള്ളൂ. അപ്പോഴേക്കും ഇവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. ബാക്കിയുള്ള സിറ്റീസിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുക. കാരണം ബിസിനസ് ഒരിക്കലും ഒന്നിനും വെയിറ്റ് ചെയ്യില്ല, ആരെയും വെയിറ്റ് ചെയ്യില്ല.